ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ഓൺ ആക്ഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു ചെണ്ടമുറിയനാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്, കുറച്ച് തേങ്ങ, ഏലക്ക, ശർക്കര നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് റവയും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ശർക്കരയിൽ ചെറിയ ചെറിയ കല്ലുകൾ കാണും, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കുന്നത്. ചീനിച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കാം. 2 നേന്ത്രപ്പഴത്തിന് 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചെണ്ടമുറിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുഞ്ഞു മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കുക്ക് ഓൺ ആക്ഷൻ സൈനിങ് ഔട്ട്.